ഇവിടെ ഈ ഓണത്തിന് കുറേ മലയാള സിനിമകളും മൂന്ന് മലയാള സിനിമയാണ് പ്രധാനമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതിൽ ഒന്ന് കിഷ്കിന്ദ കാണ്ഡം, രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോവിനോ തോമസ് നായകനായിട്ടുള്ള അജയൻ്റെ രണ്ടാം മോഷണം. പിന്നെ ഇന്ന് ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, അത് കൊണ്ടൽ. ഈ കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ബുക്ക് മൈ ഷോയിൽ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ട്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കാണാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ, അതിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരു ടിക്കറ്റ്, അതായത് ഒരു 80-85 രൂപയ്ക്ക് തന്നെ നമുക്ക് ഒരു ടിക്കറ്റ് മൊത്തത്തിൽ കിട്ടും. കാരണം 2 ടിക്കറ്റ് വാങ്ങി 170 രൂപ ആവുള്ളൂ. അപ്പോൾ നമുക്കൊരു സിനിമ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കൊണ്ടൽ നല്ല സിനിമയായിരിക്കും. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിലെ സിനിമയാണ്, അപ്പോൾ നല്ല സിനിമ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ നമുക്ക് പോയി കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഇന്ന് നാളെയൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ വൺ ഗെറ്റ് വൺ ടിക്കറ്റ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും 2 പടങ്ങൾ ഹിറ്റായി സൂപ്പർ ഹിറ്റായി നിൽക്കുന്ന സമയത്ത് ഈ ഒരു സിനിമയ്ക്ക് ആൾ കയറില്ല എന്നുള്ളൊരു സംശയത്തിലായിരിക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീം ഇങ്ങനൊരു ഓഫർ ഇട്ടിരിക്കുന്നത്. ഇതിപ്പം നല്ലൊരു സക്സസ് ആവാൻ കാരണമുണ്ട്. കാരണം പെപ്പേരെ സിനിമയാണ്, ആക്ഷൻ സിനിമയാണ്. അപ്പം കാണാൻ ആഗ്രഹമുള്ളവർക്ക് ബൈ വൺ ഗെറ്റ് വൺ ടിക്കറ്റ് നമുക്ക് ബുക്ക് മൈ ഷോയിലുണ്ട്. അപ്പം കാണാൻ ആഗ്രഹമുള്ളവർക്ക് അതിൽ പോയി കാണാം. അതുവഴി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ കിഷ്കിന്ദ കാണ്ഡത്തിനും നമ്മുടെ ടോവിനോയുടെ അജയൻ്റെ രണ്ടാം മോഷണത്തിനും നല്ല റിവ്യൂ കിട്ടുന്നുണ്ട്. ഞാൻ അജയൻ്റെ രണ്ടാം മോഷണം കണ്ടായിരുന്നു. സൂപ്പർ സിനിമയാണ്. 3D എഫക്ട്സ് ഒക്കെ 2Dയിൽ കൺവേർട്ട് ചെയ്തതാണെങ്കിൽ പോലും 3D എഫക്ട്സ് ഒക്കെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുത്തോട്ട് വരുന്നതൊക്കെ നമുക്ക് എഴുതി കാണിക്കുമ്പോൾ പോലും അതിൻ്റെ അത് നമ്മുടെ സ്ക്രീൻ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത്രയ്ക്ക് നല്ല രീതിയിൽ 3D കൺവേർട്ട് ചെയ്ത സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം. അപ്പോൾ അത് കാണാൻ പറ്റുന്നവരെല്ലാം അത് പോയി കാണും. ഈ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അതിലും നല്ല റിവ്യൂ ആണ് കിട്ടുന്നത്. പക്ഷേ എനിക്കത് കാണാൻ പോകാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. ചിലപ്പം ഇൻട്രസ്റ്റ് തോന്നുകയാണെങ്കിൽ ഞാൻ പോയി കാണും. ഈ ഓണം സെലിബ്രേഷൻ സിനിമയാണ് കാണാൻ ആഗ്രഹം. പക്ഷേ നല്ല റിവ്യൂ ആണ്. നല്ല റിവ്യൂ എന്ന് വെച്ചാൽ കണ്ടവരെല്ലാം ഒരു പ്രത്യേകതരം ഒരു ഇമോഷണലായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന ഒരു സിനിമയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാണാൻ പോകണമെന്നുണ്ട്, നോക്കാം. പിന്നെ ഈ കൊണ്ടൽ സിനിമ ഒന്ന് കാണട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇടാം. അപ്പം ഈ ഓണത്തിന് നിങ്ങൾ ഏത് സിനിമയാണ് കാണാൻ പോകുന്നത് കമൻറ്റ് ബോക്സിലിടണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം 3 ചിത്രങ്ങളാണ് ഇതിൽ. നമുക്ക് 3ഉം സൂപ്പർ ഹിറ്റ് ആവട്ടെ നമുക്ക് ആഗ്രഹിക്കുക. ഈ 2 പടം സൂപ്പർ ഹിറ്റാണ് എന്ന് ഏകദേശം ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം.